ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ എടുക്കാൻ പോണത് SSLC അല്ലെങ്കിൽ ക്ലാസ് 10th ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ നെയിമാണ് എന്ത്? ജെനറ്റിക്സ് ഓഫ് ലൈഫ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നതും എക്സ്പ്ലെയിൻ ചെയ്യുന്നതും DNA കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ 9th ക്ലാസ്സുകളിൽ എന്ത് പഠിച്ചിട്ടുണ്ടാവും? എന്ത് ബയോമോളിക്യൂൾ. അതിൽ നമ്മൾ എന്ത് കാർബോഹൈഡ്രേറ്റ്, അങ്ങനെ ഓരോ പ്രോട്ടീന്, ന്യൂക്ലിക് ആസിഡ് അങ്ങനെയൊക്കെ കേട്ടിരിക്കണേ. അതിൽ ന്യൂക്ലിക് ആസിഡിനെ കുറിച്ചിട്ടാണ് എന്ത് നമ്മളിവിടെ. ന്യൂക്ലിക് ആസിഡിലെ 2 ടൈപ്പ് ഉണ്ട്, DNA ഉണ്ട്, RNA ഉണ്ട്. അതിൽ DNA സ്ട്രക്ചറും കാര്യങ്ങളാണ് എന്ത് നമ്മൾ ഇവിടെ ഈ വീഡിയോയിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. അപ്പോൾ DNA എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലെന്താ അറിയോ? DNA ഫുൾ ഫോം അറിയണം. അല്ലെങ്കിൽ എന്ത് എക്സാമ്പിൾ അഡ്ഡ പലതും നമ്മൾ എന്ത് മുഞ്ചും. അപ്പൊ എന്ത് ആദ്യം നമ്മുടെ പറയാൻ പോണത് എന്ത് DNA ഫുൾ ഫോം എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് അത് മനസ്സിലാവണം. ഇപ്പൊ DNA ഫുൾ ഫോം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോ ഇനി ഞാൻ പറയാൻ പോണത് DNA ഫുൾ ഫോം ഇവിടെ പറഞ്ഞു. ഇനി DNA സ്ട്രക്ചർ, ആ സ്ട്രക്ചർക്ക് ഉള്ളിൽ പോകുമ്പോൾ അവിടെ എന്തൊക്കെ കാണുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്ത് ഇനി നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം എന്ത് DNA സ്ട്രക്ചർ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടുകേൾവി ഉണ്ടാവും. ഡബിൾ ഹെലിക്സ്, ഡബിൾ ഹെലിക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്ത് ഈ DNA ഈ ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രൊപ്പോസ് ചെയ്ത 2 സയന്റിസ്റ്റുകളുണ്ട്, ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. ഈ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും 1953 അല്ലെങ്കിൽ 1953 DNA സ്ട്രക്ചർ പ്രൊപ്പോസ് ചെയ്തത്. സ്ട്രക്ചറിന്റെ പേരെന്താ? ഡബിൾ ഹെലിക്സ് അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ മോഡൽ. ഈ ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രൊപ്പോസ് ചെയ്യാൻ കാരണമായത് വേറെ 2 സയന്റിസ്റ്റിന്റെ എക്സ്പെരിമെന്റ്സാ. എക്സ്ട്രാ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ് എന്ന് പറയും. ഈ എക്സ്ട്രാ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ് ചെയ്തത് 2 സയന്റിസ്റ്റുകളാണ്, റൊസാൾഡ് ഫ്രാങ്ക്ലിനും പിന്നെ അത് മൗറിസ് വിൽക്കിൻസും ആണ് എന്ത് ഈ എക്സ്ട്രാ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ് ചെയ്തത്. ഈ എക്സ്ട്രാ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ്സിന്റെ ബേസിസിലാണ് എന്ത് ഈ വാട്സൺ ആൻഡ് ക്രിക്ക് 1953 എന്ത് പ്രൊപ്പോസ് ചെയ്തത്? ഈ ഡബിൾ ഹെലിക്കൽ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അങ്ങനെ എന്ത് 1960 ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടി. ആർക്കൊക്കെ? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും പിന്നെ മൗറിസ് വിൻകിൻസിനും. റൊസാൾഡ് ഫ്രാങ്ക്ലിന് കിട്ടിയില്ല. കാരണം എന്താ? മൂപ്പരാളെന്തായി? വഫാത്തായി പോയി, സത്തുപോയി. ഇനി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്ത് ഇവര് മൂന്നാക്കാണ് എന്ത് 1960 എന്ത് നോബൽ പ്രൈസ് കൊടുത്തത്. അപ്പൊ എന്ത് ഇനി ഡബിൾ ഹെലിക്സ് എന്താ? ഈ ഡബിൾ ഹെലിക്സ് നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അതിലുള്ള വരുന്ന കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് നമ്മളിനി പറയാൻ പോണത്. അപ്പൊ ഈ ഡബിൾ ഹെലിക്സ് നമ്മൾ എടുക്കുമ്പോൾ 2 സ്ട്രാൻഡ് ഉണ്ടാവും. അതിങ്ങനെ നമ്മൾ പാമ്പ് ഇങ്ങനെ പിണഞ്ഞ് കിടക്കണമായിരിക്കും കിടക്കുന്നുണ്ടാവും 2 സ്ട്രാൻഡ്സ്. ആ 2 സ്ട്രാൻഡ്സിൽ എന്ത് ആ 2 സ്ട്രാൻഡ്സിന് ബന്ധിച്ചിട്ട് എന്ത് റങ്സ് ഉണ്ടാവും. ഇനി ഈ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ എന്ത് കൂടുതലായിട്ട് പഠിക്കാൻ പോവുക. ഈ സ്ട്രക്ചറൊക്കെ എങ്ങനെ ഉണ്ടാക്കിയിരിക്കണത്, എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കണത്, അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചർ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഇപ്പൊ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡ് എന്താ? ഒരു ബയോമോളിക്യൂൾ, ഒരു പോളിമർ. പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ ചെറിയ യൂണിറ്റുകൾ കൂടി ചേർന്ന് വലിയൊരു യൂണിറ്റ് ആവണേനാണ് എന്ത് നമ്മൾ പോളിമർ എന്ന് പറയുന്നത്. ഇപ്പൊ DNA ഒരു പോളിമറാ. അപ്പൊ ഈ ചെറിയ യൂണിറ്റ് ഉണ്ടാവല്ലോ. ഇപ്പൊ നമ്മളൊരു മതിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലെന്ത് ഓരോ ഇഷ്ടിക വെച്ചിട്ടാണ് എന്ത് വലിയൊരു മതിൽ ഉണ്ടാക്കുക. അപ്പൊ എന്താ മതിൽ ഉണ്ടാക്കാൻ യൂണിറ്റ്, ചെറിയ യൂണിറ്റ് എന്താ? ഇഷ്ടിക. അതേമാതിരിക്ക് DNA എന്ന വൻമതിലിനെ ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ഇഷ്ടിക ഉണ്ടാവും, ചെറിയൊരു യൂണിറ്റ്. ആ യൂണിറ്റിന് പറയുന്ന പേരാണെന്ത്? ന്യൂക്ലിയോടൈഡ്. എന്താണ്? ന്യൂക്ലിയോടൈഡ്. അപ്പൊ നിങ്ങളോട് എന്ത് SSLC ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എന്ത് DNA ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് എന്താണ്? അപ്പൊ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ എഴുതണം എന്ത് ന്യൂക്ലിയോടൈഡ് എന്ന്. ഇനി ന്യൂക്ലിയോടൈഡ് എന്തുകൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പൊ ഈ ന്യൂക്ലിയോടൈഡ് എടുത്താ നമ്മൾ ആ സ്ട്രക്ചർ വരക്കുകയാണെങ്കിൽ ആദ്യം ഒരു റിങ് വരക്കും. ഒരു
ഷുഗർ മോളിക്യൂൾ, ഒരു 5 കാർബൺ അല്ലെങ്കിൽ പെൻറ്റോസ് ഷുഗർ. ഈ ഷുഗറിന് പറയുന്ന പേരാണെന്ത്? ഡിയോക്സി റൈബോസ്. ഈ ഷുഗറിന്റെ ഒരു ഭാഗത്ത് ഒരു കാർബൺമേ എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും? ഫോസ്ഫേറ്റ് മോളിക്യൂൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. മറ്റൊരു ഭാഗത്ത് എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും? നൈട്രജൻ ബേസസ്. നൈട്രജൻ ബേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൈട്രജൻ കണ്ടെയ്നിങ് ആൽക്കലൈൻ കോമ്പൗണ്ടിന് എന്ത് നമ്മൾ പറയാ? നൈട്രജൻ ബേസസ് എന്ന് പറയാ. ഇപ്പൊ നമ്മൾ ഡബിൾ ഹെലിക്സ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ വാട്സൺ ക്രിക്ക് ഒക്കെ എന്ത് ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രൊപ്പോസ് ചെയ്തു. ഈ ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രൊപ്പോസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ അവിടെ എന്ത് സ്ട്രാൻഡ്സ് ഉണ്ട്, റങ്സ് ഉണ്ട് എന്നൊക്കെ. ഈ സ്ട്രാൻഡ്സ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മളെ ഷുഗർ മോളിക്യൂൾ കൊണ്ടും പിന്നെ എന്തുകൊണ്ടാണ്? ഫോസ്ഫേറ്റ് കൊണ്ടാണ് എന്ത് സ്ട്രാൻഡ്സ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ റങ്സ് നിർമ്മിച്ചിരിക്കുന്നത് നൈട്രജൻ ബേസസ് കൊണ്ടാണ്. ഈ നൈട്രജൻ ബേസസ് DNA മൊത്തം 4 എണ്ണാണ്. എത്ര എണ്ണാണ്? 4 എണ്ണം, 4 ടൈപ്പ്. അത് ഏതൊക്കെയാണ്? ഒന്നാണ് അഡിനിൻ. ഒന്ന് ഏതാണ്? അഡിനിൻ. 2 ഏതാണ്? തൈമിൻ. 3 ഗ്വാനിൻ. 4 സൈറ്റോസിൻ. ഈ ഞാൻ പറഞ്ഞത് DNA ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ന്യൂക്ലിയോടൈഡ്. ഈ ന്യൂക്ലിയോടൈഡ് നിർമ്മിച്ചിരിക്കുന്നത് 3 ഭാഗങ്ങൾ കൊണ്ടാണ്. 3 ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഷുഗർ മോളിക്യൂൾ, ഒന്ന് ഫോസ്ഫേറ്റ്, ഒന്ന് നൈട്രജൻ ബേസ്. ഈ മൊത്തത്തിൽ പറയുന്ന പേരാണ് എന്ത്? ഈ ഷുഗർ മോളിക്യൂളും നൈട്രജൻ ബേസും ഫോസ്ഫേറ്റും കൂടി ചേർന്നിട്ട് പറയുന്ന സ്ട്രക്ചറിന്റെ പേരാണ് എന്ത്? ന്യൂക്ലിയോടൈഡ്. ഈ DNA കാണപ്പെടുന്ന നൈട്രജൻ ബേസസ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. ആ 4 എണ്ണം ഒന്നാണ് എന്ത്? അഡിനിൻ. 2 തൈമിൻ. 3 ഗ്വാനിൻ. 4 സൈറ്റോസിൻ. നിങ്ങളോട് എന്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം, എന്ത് നൈട്രജൻ ബേസസ് എന്താ? നൈട്രജൻ ബേസസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് എന്നാണ് എന്ത് നൈട്രജൻ ബേസസിന്റെ ഡെഫിനിഷൻ. അപ്പോ ഞാൻ പറഞ്ഞത് സ്ട്രാൻഡ്സ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റും. റങ്സ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നൈട്രജൻ ബേസസ് കിട്ടും. ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നാവും, ഈ റങ്സ് ഇങ്ങനെ ഇപ്പൊ ഒരു സ്ട്രാൻഡ്സ് എന്ത് ഒരു നൈട്രജൻ ബേസ് പ്രൊജക്ട് ചെയ്ത് വെക്കും, മറ്റേ സ്ട്രാൻഡ്സ് മറ്റേ നൈട്രജൻ ബേസ് പ്രൊജക്ട് ചെയ്ത് വെക്കും. അപ്പൊ ഇത് തമ്മിൽ എന്ത് ബോണ്ട് ചെയ്യണ്ടേ? പിന്നെന്ത് ഇത് ഒറ്റ ന്യൂക്ലിയോടൈഡ് കൂടി ചേർന്നാണ് സ്ട്രാൻഡ്സ്? അല്ല, ഞാൻ ആദ്യം പറഞ്ഞത് DNA ഒരു പോളിമറാ. അപ്പൊ കുറെ ന്യൂക്ലിയോടൈഡുകൾ കൂടി ചേർന്നിട്ടുള്ള എന്തുണ്ടാവുക? DNA ഉണ്ടാവുള്ളൂ. ഒരു ന്യൂക്ലിയോടൈഡ് മാത്രം കൂടി ചേർന്ന കാര്യമല്ല. അപ്പൊ ഈ ന്യൂക്ലിയോടൈഡുകൾ എങ്ങനെ കൂടിച്ചേരുന്നത്? 2 ന്യൂക്ലിയോടൈഡുകൾ എങ്ങനെയാണ് ബോണ്ട് ആവണത്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്ത് ഞാൻ അടുത്തതായി പറയാൻ പോണത്. അതിനെന്ത് ആദ്യം ഇപ്പൊ നമ്മളൊരു ഷുഗർ മോളിക്യൂൾ എടുത്ത്, ഷുഗർ മോളിക്യൂളിന്റെ പേരെന്ത് ചെയ്യുന്നു? ഡിയോക്സി റൈബോസ്. അതിന്റെ കാർബൺ എന്ത് ചെയ്യുന്നു? 5 കാർബൺ. ഓക്കെ, മറക്കരുത്, ഒരിക്കലും മറക്കരുത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. പിന്നെന്ത് ഇതിന്റെ ഒരു എൻഡിൽ എന്തുണ്ടാവും? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ഒരു എൻഡിൽ എന്തുണ്ടാവും? നൈട്രജൻ ബേസസ് ഉണ്ടാവും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടെന്നുണ്ട്, സ്ട്രാൻഡ്സ് നിർമ്മിച്ചിരിക്കുന്നത് ഷുഗറും ഫോസ്ഫേറ്റും, റങ്സ് നിർമ്മിച്ചിരിക്കുന്നത് നൈട്രജൻ ബേസസും. ഇനി എന്ത് ഈ സ്ട്രാൻഡ്സ് നിർമ്മിച്ചിരിക്കുന്ന കുറേ ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാക്കണം. ആ കുറേ ന്യൂക്ലിയോടൈഡുകൾ ബന്ധിപ്പിക്കണ്ടേ? അതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഒരു ന്യൂക്ലിയോടൈഡിനെ മറ്റേ ന്യൂക്ലിയോടൈഡുമായി ബന്ധിപ്പിക്കുന്നത് ഫോസ്ഫേറ്റ് ലിങ്കേജ് വഴിയാണ്. ഈ ബോണ്ടിനെ നമ്മൾ പറയും ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് എന്ന്. ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ന്യൂക്ലിയോടൈഡിന്റെ ഫോസ്ഫേറ്റ് മറ്റേ ന്യൂക്ലിയോടൈഡിന്റെ ഷുഗറിന്റെ കാർബൺമക്ക് അറ്റാച്ച് ചെയ്യും. അങ്ങനെയാണ് എന്ത് ഒരു ന്യൂക്ലിയോടൈഡ് മറ്റേ ന്യൂക്ലിയോടൈഡിനെ തമ്മിൽ ബന്ധിക്കുന്നത്. അങ്ങനെയാണ് എന്ത് സ്ട്രാൻഡ്സ് നിർമ്മിക്കുന്നത്. ഇനി റങ്സ് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഒരു നൈട്രജൻ ബേസ് മറ്റേ നൈട്രജൻ ബേസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ DNA ഡബിൾ സ്റ്റാൻഡേർഡാ. ഡബിൾ സ്റ്റാൻഡേർഡ് ആകുമ്പോൾ 2 സ്ട്രാൻഡ് ഉണ്ടാവും. അപ്പൊ 2 സ്ട്രാൻഡിൽ നിന്നും ഓരോ നൈട്രജൻ ബേസസ് എന്ത് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അപ്പൊ എന്ത് ഇപ്പോ ഇനി ഇവിടെ എന്ത് ഏതൊക്കെ തമ്മിലാണ് ബോണ്ട് ചെയ്യാന്ന് നമ്മൾ DNA കേസ് എടുക്കുമ്പോ എന്ത് അഡിനിൻ ഈസ് ആൾവേസ് ബോണ്ടഡ് വിത്ത് തൈമിൻ വിത്ത് ഡബിൾ ബോണ്ട്. ഗ്വാനിൻ ഈസ് ആൾവേസ് ബോണ്ടഡ് വിത്ത് സൈറ്റോസിൻ എന്ത് ട്രിപ്പിൾ ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ടാണ്. ഇനി ഇതെന്ത് മക്കള് വെറും എന്ത് അഡിനിൻ ബോണ്ടഡ് വിത്ത് തൈമിൻ, ഗ്വാനിൻ ബോണ്ടഡ് വിത്ത് സൈറ്റോസിൻ പഠിച്ചു വെക്കരുത്. തിരിച്ചു ചോദിക്കും. തൈമിൻ ഈസ് ബോണ്ടഡ് വിത്ത് എന്താന്ന് ചോദിക്കുമ്പോ അറിയണം. അപ്പൊ എന്ത് തൈമിൻ ഈസ് ബോണ്ടഡ് വിത്ത് എന്താ അഡിനിൻ, സൈറ്റോസിൻ ഈസ് ബോണ്ടഡ് വിത്ത് ഗ്വാനിൻ. തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും.
അപ്പൊ എന്ത്, ഒരു സ്ട്രാൻഡ്സിന്ന് നൈട്രജൻ ബേസസ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, മറ്റേതിൽ നിന്ന് എന്ത് നൈട്രജൻ ബേസസ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഈ രണ്ട് നൈട്രജൻ ബേസസിന്റെയും തമ്മിൽ എന്ത് ഹൈഡ്രജൻ ബോണ്ട് വഴി അത് ബോണ്ട് ചെയ്തിട്ടാണ് എന്ത് നിർമ്മിക്കുന്നത്, റങ്സ് നിർമ്മിക്കുന്നത്. ആ നൈട്രജൻ ബേസസ് ഏതൊക്കെ ബോണ്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡിനിൻ ഈസ് ആൾവേസ് ബോണ്ടഡ് വിത്ത് തൈമിൻ, ഗ്വാനിൻ ഈസ് ആൾവേസ് ബോണ്ടഡ് വിത്ത് സൈറ്റോസിൻ, തിരിച്ചു. അപ്പോൾ ഡി എൻ എന്റെ ഇതുവരെ പഠിച്ചത്, ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഡി എൻ എ എന്താ ഫുൾ ഫോം, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇത് എന്താണ്, ഒരു പോളിമർ ആണെന്ന് പഠിച്ചു. പിന്നെ ഡി എൻ എന്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ചതാരാ, ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും 1953. കാരണമായത് ആര് എക്സ്പെരിമെന്റാ, റൊസാൾഡ് ഫ്രാങ്ക്ലിന്റെയും മോറിസ് വിൻകിൻസിന്റെയും എക്സ്ട്രാ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ്. പിന്നെ നമ്മൾ എന്ത് ഡബിൾ ഹെലിക്കൽ മോഡലിൽ 2 സ്ട്രാൻഡ്സ് ഉണ്ട്, റങ്സ് ഉണ്ട് എന്ന് പഠിച്ചു. പിന്നെന്ത് അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ ഡി എൻ എ ഉണ്ടാക്കിയിരിക്കുന്ന ബേസിക് യൂണിറ്റ് ന്യൂക്ലിയോടൈഡ് എന്നും, ന്യൂക്ലിയോടൈഡിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ന്യൂക്ലിയോടൈഡ് എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, നൈട്രജൻ ബേസ്, പിന്നെന്ത് ഷുഗർ മോളിക്യൂള്, ഫോസ്ഫേറ്റ്. പിന്നെന്ത് ഈ സ്ട്രാൻഡ്സ് നിർമ്മിച്ചിരിക്കുന്നത് ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് ആണെന്നും, റങ്സ് നിർമ്മിച്ചിരിക്കുന്നത് നൈട്രജൻ ബേസസ് ആണെന്നും പറഞ്ഞു. പിന്നെ അങ്ങനെ നമ്മൾ ഡി എൻ എന്റെ എന്ത് ഒരുവിധം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ ഇനി നിങ്ങളെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ടെക്സ്റ്റ് വായിക്കുക, പിന്നെന്ത് ഈ ക്ലാസ് എന്ത് റെഫർ ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി ഡി എൻ എനെ ഒന്നെന്ത് അടിപൊളിയായിട്ട് കൺക്ലൂഡ് ചെയ്ത് പഠിക്കുക. ഈ ക്ലാസ് മനസ്സിലായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്ത് ബെല്ലൈക്കൺ വെക്കുക, എല്ലാം ചെയ്യുക. പിന്നെന്ത് വരും വീഡിയോസിന് വേണ്ടിയിട്ട് എന്ത് കാത്തിരിക്കുക. ഓക്കെ, ബൈ.